ലെച്ചൂസ് ടാരോട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. നമുക്കിവിടെ 3 കാർഡാണുള്ളത്. ഈ 3 കാർഡിൽ ഒരെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്യുക. ആദ്യത്തെ 1, 2, 3 ആ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ ഒരു കാർഡ് സെലക്ട് ചെയ്യുക. എന്താണ് നിങ്ങൾക്ക് റിസൾട്ട് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. പേജ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഒരു യെസ് കാർഡാണ്. അതായത് ഒരു ന്യൂ ലവ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ന്യൂ ലവ് വരുന്നു. എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ള സർപ്രൈസുകൾ കിട്ടുന്നു, അതുപോലെ ഗിഫ്റ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നു. അതിനെല്ലാം ഉള്ള ഒരു പോസിബിലിറ്റി ആണ് കാണുന്നത്. അതുപോലെ തന്നെ പാസ്റ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് വ്യക്തിയിൽ നിന്നും ഒരു മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു കോള് ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വർക്കിംഗ് അറ്റ്മോസ്ഫിയറിലാണെങ്കിൽ നിങ്ങൾക്കുള്ളൊരു റിവാർഡ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നു. ഏകദേശം 1 മുതൽ 11 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ടെൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എസ് കാർഡ് തന്നെയാണ്. ഇതൊരു ഫുൾഫിൽമെന്റിന്റെ ഒരു കാർഡാണ്, അതായത് ഇമോഷണൽ ഫുൾഫിൽമെന്റിന്റെ ഒരു കാർഡാണ്. നിങ്ങളുടെ ലവ് എന്ന് പറയുന്നത് ഒരു ഡിവൈൻ ലവ് ആയിരിക്കുന്നു, ഡിവൈൻ ലവ് ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഹാർമണി ഉണ്ടാവുന്നു. അത് പ്രത്യേകിച്ച് നിങ്ങളുടെ ഫാമിലി ലൈഫിൽ വളരെ അധികം ഹാർമണി, നിങ്ങളുടെ സ്പൗസിനോട് കൂടെ അതുപോലെ തന്നെ കുട്ടികളോട് കൂടെ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് കഴിയുന്നു എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെന്റിലേക്ക് വരുന്നു എന്നാണ് ഈ കാർഡ് കാണിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവിധ സപ്പോർട്ടും, നിങ്ങൾ ഒരു വർക്കിംഗ് എൻവയോൺമെന്റിലാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവിധ ഒരു സപ്പോർട്ടും ലഭിച്ച് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നാണ് കാണിക്കുന്നത്. ഈ ഒരു മാസത്തിനുള്ളിൽ 10-ാം തീയതി, അതുപോലെ 19-ാം തീയതി, 28 ഈ തീയതികളെല്ലാം നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത് ഒരു കംപ്ലീഷന്റെ കാർഡാണ്. ഇതൊരു ഗുഡ് ലക്ക്, നിങ്ങൾക്കൊരു ഗുഡ് ലക്ക് ഉണ്ടാവാൻ പോകുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ കർമ്മ, നിങ്ങൾ എന്താണോ നിങ്ങൾ ചെയ്ത കർമ്മ അതിനുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. പോസിറ്റീവ് കർമ്മയാണെങ്കിൽ പോസിറ്റീവായിട്ട്, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒരു കർമ്മ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നു. കൂടാതെ നിങ്ങളുടെ ഒരു ലൈഫിന്റെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയിരിക്കുന്നു. അതായത് നിങ്ങൾ ലൈഫിന്റെ ഒരു ടേണിംഗ് പോയിന്റിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് നിങ്ങൾക്ക് ചേഞ്ച് ഉണ്ടാവാനായിട്ട് പോകുന്നുണ്ട്. അത് ഏത് ഫീൽഡിലായാലും, അത് ലവ് ആയാലും വർക്കിന്റെ കേസിലായാലും ഹെൽത്തിന്റെ കേസിലായാലും എല്ലാം നിങ്ങളൊരു ടേണിംഗ് പോയിന്റിലാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് ഉണ്ടാവാൻ പോകുന്നത്. അത് നിങ്ങളുടെ കർമ്മേനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. എന്നിരുന്നാലും ലക്ക് നിങ്ങളുടെ സൈഡിലാണ് എന്ന് തന്നെയാണ് ഈ കാർഡ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനൊരു കൃത്യമായ ടൈമിംഗ് പറയാനായിട്ട് കഴിയില്ല. ഡിവൈൻ ടൈമിങ്ങിൽ വിശ്വസിക്കുക, നിങ്ങളിൽ തന്നെ നിങ്ങൾ വിശ്വസിക്കുക. അൺഫോൾഡായിട്ട് കിടക്കുന്ന പലതും ഫോൾഡായി നിങ്ങളുടെ മുന്നിലേക്ക് വരും. അത് മനസ്സിലാക്കിക്കൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കം തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് മുന്നോട്ട് പോവുക എന്നാണ് ഈ കാർഡ് കാണിക്കുന്നത്. ഡിവൈൻ ടൈമിങ്ങിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ കാര്യം നടന്നിരിക്കും.